ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഒരു പുതിയ ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഓക്കെ, അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മളിന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, നടപ്പ് വർഷത്തെ പ്രോഫിറ്റ്, ലാഭമില്ല നഷ്ടം കണ്ടെത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കമ്പനിയുടെ ഒരു പ്രത്യേക ഡേറ്റിൽ, ഒരു പീരീഡ് അവസാനിക്കുമ്പോൾ ഒരു പ്രത്യേക ഡേറ്റിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, മൂന്നാമത് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആണ്. ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. നാലാമത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അഞ്ചാമത് വരുന്നത് നോട്ട് കംപ്രൈസിങ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ്. അപ്പോൾ അക്കൗണ്ടിങ് പോളിസീസിനെ സംബന്ധിക്കുന്ന നോട്ട്സ്. ഇങ്ങനെ ഒരു 5 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പറയാനുള്ളത്. അപ്പോൾ പുതിയ IFRS നിയമം അനുസരിച്ച് ഉള്ള ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. മുൻപ് നമ്മളത് പറഞ്ഞത് എന്താണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ 4th ഇയർ ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. ആ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പേര് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. മുൻപത്തെ പേര് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി ആകുമ്പോൾ ട്രേഡിംഗ് കമ്പനിയാണെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടാണ് നമ്മൾ വരച്ചിരുന്നത്. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ പേരിൽ മാറ്റമില്ല, അതങ്ങനെ തന്നെയാണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് തയ്യാറാക്കേണ്ട 2 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതാണ് നമുക്ക് ഒരു പർച്ചേസ് കോളുണ്ട്, ഒരു നോട്ട് നമ്പർ കോളുണ്ട്, കറണ്ട് ഇയർ ഉണ്ട്, പ്രീവിയസ് ഇയർ ഉണ്ട്. അപ്പോൾ ഇത്രയും കോളങ്ങളാണ് നമുക്കിൽ ആവശ്യമായിട്ടുള്ളത്. കറണ്ട് ഇയർ കോളത്തിലാണ് നമ്മൾ എമൗണ്ട് എഴുതുക. ഓക്കെ, നമുക്ക് ഇൻകം എന്ന് പറയാനായിട്ട് നമ്മൾ ട്രേഡ് അക്കൗണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസ് അതാണ് നമുക്ക് ഈ പറഞ്ഞ 2 ഹെഡുകളിലായിട്ട് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ട്രേഡ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എഴുതാറുണ്ട് അല്ലേ, സെയിൽസ് എഴുതാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതാറുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അങ്ങനെ റോയൽറ്റി റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനെയുള്ള ഇൻകംസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ എഴുതാൻ പോകുന്നത് സെയിൽസ് എന്നുള്ള സെയിൽസിൽ നിന്ന് റിട്ടേൺസ് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടി വരിക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ കേട്ടോ, അത് പ്രത്യേകം ഓർത്തിരിക്കുക. സെയിൽസ് ലെസ് റിട്ടേൺസ് ആണ്. ക്രെഡിറ്റ് സെയിലായാലും ക്യാഷ് സെയിലായാലും മൊത്തത്തിലുള്ള റവന്യൂ ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ചില ചോദ്യങ്ങളിൽ ഗ്രോസ് പ്രോഫിറ്റ് തരും, അപ്പോൾ അവിടെ നമുക്ക് സെയിൽസ് ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും ഇവിടെ റെക്കോർഡ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ സെയിൽസ് മൈനസ് റിട്ടേൺസ്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, അതായിരിക്കും റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ റവന്യൂ ആയിട്ട് വരുന്ന ആദ്യത്തെ ഐറ്റം, അപ്പോൾ R1 എന്നുള്ള പേരിൽ നമ്മളതിനെ റെപ്രസെൻ്റ്, അത് നമുക്ക് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് R1 എന്ന് പറയുന്നത്. പിന്നെ അതർ ഇൻകംസ് എന്ന് പറയുമ്പോൾ ഈ കമ്പനിയുടെ മറ്റ് ഇൻകംസ് എന്തൊക്കെയുണ്ട് അതൊക്കെ കൂടി കൂട്ടിവിടുക. റോയൽറ്റി റിസീവ്ഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, റോയൽറ്റി റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനെയുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ഇൻകംസ്, റവന്യൂ നേച്ചറുള്ള ഇൻകംസ് ഒക്കെ നമ്മൾ ഈ അതർ ഇൻകത്തിൽ നമ്മൾ കൂട്ടിയെടുത്ത് നോട്ട് തയ്യാറാക്കണം, വർക്കിംഗ് നോട്ട് തയ്യാറാക്കണം. അപ്പോൾ വർക്കിംഗ് നോട്ട് തയ്യാറാക്കി അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ടോട്ടൽ എത്രയെന്ന് കണ്ടുപിടിച്ച് ഔട്ട്സൈഡിൽ ഈ പ്രോഫിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് പുറത്താണ് നമ്മൾ ഈ അതർ ഇൻകംസ് എത്രയുണ്ടെന്ന് കൂട്ടിയെടുത്ത് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതുക, എന്നിട്ട് കൂട്ടുക. അപ്പോൾ ആകെ ഇൻകം എന്ന് പറയാനായിട്ട് 2 ഹെഡുകളാണുള്ളത്. ഒന്ന് റവന്യൂ ഫ്രം ഓപ്പറേഷനും മറ്റൊന്ന് അതർ ഇൻകം. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്പെൻസസിലേക്ക് വരുന്നു. അത് ട്രേഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിലായിട്ട് വരുന്ന ഐറ്റംസ് ആണ് നമുക്ക് ഇതിൽ വേണ്ടി വരിക. എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ മെറ്റീരിയൽ കൺസ്യൂംഡ് ഉണ്ടാവും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ, ആഡ് പർച്ചേസസ്, ദെൻ ആഡ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു പർച്ചേസ്, ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെറ്റീരിയൽ കൺസ്യൂമർ കിട്ടുന്നു. ഓക്കെ, ദെൻ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻട്രേഡ്, നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളുടെ പർച്ചേസസ്. അപ്പോൾ സാധാരണ പർച്ചേസ് ആയിട്ട് നമുക്ക് ഇതാണ് വേണ്ടി വരിക. ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ നമുക്ക് എഴുതേണ്ടി വരും. അതല്ല ഒരു ട്രേഡിംഗ് കമ്പനി ആണെങ്കിൽ പർച്ചേസ്. അപ്പോൾ നമുക്ക് തരുന്ന പ്രോബ്ലങ്ങളിൽ മിക്കവാറും ഈ പർച്ചേസസ് ആയിരിക്കും നമ്മൾ ട്രേഡ് അക്കൗണ്ട് ഡിവിഷനിൽ രണ്ടാമത്തെ ഐറ്റമായിട്ട് നമ്മൾ എഴുതാറ് പർച്ചേസാണ്. പർച്ചേസ് ലെസ് റിട്ടേൺസ്, അതാണ് നമ്മളിവിടെ എഴുതിയിട്ട് വരിക കേട്ടോ. അപ്പോൾ E1 എന്നുള്ള ഒരു ലെറ്ററാണ് നമ്മൾ ഇതിനോട് എക്സ്പെൻസിൽ ഒന്നാമത്തെ ഐറ്റം മെറ്റീരിയൽ കൺസ്യൂമഡ്. E2 പർച്ചേസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്,
ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ്. ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററി വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ മൈനസ് ഫിഗർ വരും. അപ്പോൾ മൈനസ് ഫിഗർ ആയിട്ട് തന്നെ ഇവിടെ എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, ക്ലോസിംഗ് സ്റ്റോക്ക് 15,000 ആണെങ്കിൽ 10,000 നിന്ന് 15,000 കുറച്ച് 5,000 രൂപ മൈനസ് ബ്രാക്കറ്റ് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ്. ദെൻ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് സാലറീസും വേജസ് ആണ്. വർക്കേഴ്സിനും അതുപോലെ എംപ്ലോയീസിനും കൊടുക്കുന്ന വേജസ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് കൂട്ടി എടുത്തിട്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. ഓക്കെ. ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്. നമ്മളെടുത്ത ലോണിന് കൊടുക്കുന്ന പലിശയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഡിബെഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എഴുതണം, ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എഴുതണം. നമ്മൾ എവിടെന്നെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശയാണ് നമ്മൾ ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അടുത്ത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഫിക്സഡ് അസറ്റിന് വേണ്ടി വരുന്ന, അതും ടാഞ്ചിബിൾ അസറ്റിന് വേണ്ടി വരുന്ന ഡിക്രീസാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് വരിക. അമോർട്ടൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡിക്രീസിനെ നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഏതൊക്കെയുണ്ട് നമ്മൾ വർക്കിംഗ് ടോട്ടൽ എഴുതി കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതാം. പിന്നെ അതർ എക്സ്പെൻസ് ഇതിലൊന്നും വരാത്ത ഐറ്റംസ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ എത്ര ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഇല്ലെങ്കിൽ E1 പർച്ചേസ്, E2 ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്, E3 ഫിനാൻസ് കോസ്റ്റ്, E4 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, E5 അതർ എക്സ്പെൻസ്. അപ്പോൾ 1, 2, 3, 4, 5, 6 ഐറ്റം. 1, 2, 3, 4, 5, 6 ഐറ്റം. എന്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എഴുതണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ E1 പർച്ചേസ്, E2 ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്, E3 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, E4 ഫിനാൻസ് കോസ്റ്റ്, E5 ഡിപ്രീസിയേഷൻ ആൻഡ് എക്സ്പെൻസസ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, E6 അതർ എക്സ്പെൻസസ്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഐറ്റംസ് മാത്രം എഴുതാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കണമെങ്കിൽ എത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും അത് കംപ്ലീറ്റ് എഴുതാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്പെൻസസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും കൂട്ടി എക്സ്പെൻസ് ആയിട്ട് എഴുതാം. ഓക്കെ. ഈ ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം ആണ് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് വരാം. ഏതൊക്കെയാണ്? ഈ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ്. അത് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് ടാക്സ് എക്സ്പെൻസ് കുറയ്ക്കാം, കറണ്ട് ടാക്സും ഡെഫേർഡ് ടാക്സും. അപ്പോൾ ചിലപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ആയിരിക്കും നമുക്ക് തരാം. അപ്പോൾ പ്രോഫിറ്റ് ചിലപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ഈസ് 50% ഓഫ് ദ പ്രോഫിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ 40% പ്രോഫിറ്റ്. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ 40% കൊണ്ട് ടാക്സ് എക്സ്പെൻസ് ചെയ്തിട്ട് അതിൻ്റെ താഴെ പ്രൊവിഷൻ ഫോർ ടാക്സ് എഴുതി അതിൻ്റെ താഴെ എഴുതി കുറയ്ക്കാം. അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതിനിടയ്ക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട്, പക്ഷേ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അതൊന്നും എഴുതുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പഠിക്കാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ലെസ് ടാക്സ്, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സ്, കുറച്ച് കിട്ടുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതോടെ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കണം. പക്ഷേ ഒരു കാര്യം കൂടി അവിടെ പറയുന്നത്, ഏണിങ്സ് പെർ ഷെയർ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്പർ ഓഫ് ഷെയർസ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് തരാണെങ്കിൽ ഈ പ്രോഫിറ്റിനെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഇക്വിറ്റി ഷെയറിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയറിന് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ. ശ്രദ്ധിച്ച് പഠിക്കുക, കാണാതെ പഠിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാം. ഓക്കെ. താങ്ക് യു.